അത് അദ്ദേഹം പറയുന്നല്ലേ, ഒരു വലിയ ഭരണമാറ്റം ജനങ്ങൾ ആഗ്രഹിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് ഇത്രയും നീണ്ട ഒരു ക്യൂ രാവിലെ തന്നെ വന്നിട്ടുള്ളതെന്നാണ് എനിക്ക് മനസ്സിലായത്. 2.5 മണിക്കൂർ പോളിംഗ് കഴിഞ്ഞു. അപ്പോൾ ബൂത്തുകളിൽ നിന്ന് കിട്ടുന്ന റിപ്പോർട്ട് വെച്ചിട്ട് എന്താണ്? തീർച്ചയായിട്ടും ഒരു ഭരണമാറ്റം ജനങ്ങൾ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം. തീർച്ചയായിട്ടും സംശയമില്ല ഇതിന്. തീർച്ചയായിട്ടും നല്ല ആത്മവിശ്വാസം. ജനങ്ങൾക്ക് എന്നെ അറിയാം, ഞാൻ എന്നും അവരുടെ കൂടെയുള്ള ആളാണ്. ഞാൻ ഇവിടുത്തുകാരിയാണ്, ഓടി എല്ലാവരും വരുന്ന സ്ഥലമാണ്. അപ്പോൾ അവർക്കറിയാം ആര് ജയിച്ചു വരണമെന്ന്. അതാണ് അവിടെ പ്രതിഫലിക്കുന്നത്, അതാണ് ഞാൻ കാണുന്നത്. ഐഷ പോറ്റി മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. ഐഷ പോറ്റി പറയുന്നത് ഇത് ഭരണവിരുദ്ധ വികാരം മാറ്റത്തിനുള്ള വലിയ പോളിംഗ്, അതാണ് ഈ പറഞ്ഞ വോട്ടർമാരുടെ നീണ്ട നില പ്രകടമാക്കുന്നതെന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ പണ്ട് അത്തരത്തിൽ ഒരു അസംഷൻ അല്ലെങ്കിൽ പ്രിസംഷൻ ഉണ്ടായിരുന്നു. അത് പോളിംഗ് ശതമാനം കുറഞ്ഞാൽ അതിൻ്റെ ഗുണം LDFനും, പോളിംഗ് ശതമാനം കൂടിയാൽ അതിൻ്റെ ഗുണം UDFനും. അത് പണ്ട് മാത്രമായിരുന്നു. അത് അതിനുശേഷം ആ പറയുന്ന ധാരണ അങ്ങനെയൊന്നുമല്ല. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിയ കാഴ്ചകൾക്ക് നമ്മൾ പല തെരഞ്ഞെടുപ്പുകൾ വേണമെങ്കിൽ പിന്നീട് പറയാൻ കഴിയുന്ന പല തെരഞ്ഞെടുപ്പുകളിൽ അതൊക്കെ അങ്ങനെ മാറി വന്നിട്ടുണ്ട്. പോളിംഗ് ശതമാനവും ഏതെങ്കിലും മുന്നണിയുടെ വിജയസാധ്യതയും തമ്മിൽ ഇക്കാലത്ത് പ്രത്യേകിച്ച് വലിയ കാര്യമൊന്നുമില്ല. ഇപ്പോൾ ആ രീതിയിൽ മുന്നണികൾ നേതാക്കളൊന്നും ആ രീതിയിൽ ഇപ്പോൾ പോളിംഗ് ശതമാനം കുറഞ്ഞതുകൊണ്ട് ഞങ്ങൾ ഗുണം അല്ലെങ്കിൽ കൂടിയതുകൊണ്ട് ഞങ്ങൾ ഗുണം എന്ന രീതിയിൽ ആരും വിലയിരുത്താറില്ല. അതിനുള്ള പല ഘടകങ്ങൾ അക്കൂട്ടത്തിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.